ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കോഴിക്കോട്ടുകാരുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയും കറിയാണ് കേട്ടോ. അതായത് കപ്പ ബിരിയാണി. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീഫാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ബീഫും എല്ലും അതേപോലെ പാർട്സൊക്കെ അല്ലേ, പതിരും, അതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത് എടുക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് സവാള, അതേപോലെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇതും കൂടെ ഞാൻ ബീഫിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബീഫ് മസാല കേട്ടോ, അതും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഓരോ പൊടികളും ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ എത്രത്തോളം ബീഫ് എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇതുവരെ കോഴിക്കോടൻ കപ്പ ബിരിയാണി തയ്യാറാക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോകാനും പാടില്ല, അതേ സമയത്ത് പറ്റ കുറഞ്ഞും പോകാൻ പാടില്ല. നമുക്ക് കപ്പയിൽ മിക്സ് ആക്കേണ്ടതായതുകൊണ്ട് കുറച്ച് ഗ്രേവി ചാറ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ രീതിക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബീഫ് വേവിച്ചെടുക്കാം. അതേസമയം തന്നെ നമ്മുടെ കപ്പയും നമുക്ക് വേവിച്ചെടുക്കണം. കപ്പ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കപ്പയും വേവിച്ചെടുക്കണം. അപ്പോൾ കപ്പയൊക്കെ വേവിക്കുന്ന എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കപ്പയും ബീഫും എല്ലാം വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ടത് നമുക്ക് ചുവന്നുള്ളിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാൻ 2 പീസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പെരുംജീരകം കേട്ടോ, അതായത് നമ്മുടെ വലിയ ജീരകം വേണം. അത് ഒരു 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതേ രീതിക്ക് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും അതേപോലെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി 3ഉം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങ അരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലിക്കും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയും കറിയാണ് കേട്ടോ. ഞങ്ങൾ കറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടാണേലും അല്ലാതെ ഇത് സ്വന്തമായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ എല്ലും കപ്പ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.